ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമ്മുടെ ബസ്സുമില്ലാത്ത ഇന്തോനേഷ്യയിൽ ഇടയാൻ പറ്റിയ കുറച്ച് ട്രക്കുകളാണ്. അതായത് ഇന്ത്യൻ ട്രക്കുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലത്തെ രീതിയിലുള്ള ഷേപ്പിലുള്ള ട്രക്കുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടാറ്റയുടെ അതേപോലെ തന്നെ നമ്മൾ മിക്കവാറും പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ട്രക്കുകൾ നല്ല അടിപൊളി ഒറിജിനാലിറ്റിയിൽ നമുക്ക് ആഡ് ചെയ്ത് ബസ്സുമില്ലാത്ത ഇന്തോനേഷ്യയിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് ട്രക്കുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബസ്സുമില്ലാത്ത ഇന്തോനേഷ്യയുടെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരുവിധ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബസ്സുമില്ലാത്ത ഇന്തോനേഷ്യ ഇഷ്ടമുള്ള എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. കുറേ വീഡിയോസ് ആ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ വീഡിയോയിൽ കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രക്ക്, നമ്മുടെ ടാറ്റയുടെ ട്രക്കാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ സാധാരണ കാണാറുള്ള ട്രക്കാണ് ഈ ഒരു ട്രക്ക് മോഡൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റയുടെ ട്രക്ക്. അപ്പോൾ ഇതിൽ കുറേ ലോഡ് സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ വ്യൂ. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടൊന്ന് എടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ട്രക്ക്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണാറുള്ള ട്രക്ക് ടൈപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയർ വരുന്നത്. അശോക് ലൈലാൻഡിൻ്റെ ഒരു ട്രക്കാണിത്. അപ്പോൾ കുറേ വീലുകളുള്ള 10-14 വീൽസുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രക്കിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ട്രക്ക് അതേപോലെ തന്നെ ഇൻറ്റീരിയർ അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് വണ്ടി. അപ്പോൾ ഇത് ടാറ്റയുടെ തന്നെ വേറെ ടൈപ്പ് ട്രക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ കുറേ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ടാറ്റയുടെ ഈ ഒരു ടൈപ്പിലുള്ള ട്രക്ക്. അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ള ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇത് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ട്രക്കുകളുടെ മോഡൊക്കെ എങ്ങനെ കിട്ടാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് എടുക്കണം. sgcarena.com എന്നാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം ജസ്റ്റ് ടാറ്റ ട്രക്ക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഞാൻ ഓടിച്ച ടാറ്റ ട്രക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ 2 ട്രക്കുകളും കിട്ടും. പിന്നെ അതേപോലെ തന്നെ അശോക് ലൈലാൻഡ് ട്രക്ക് എന്ന് അടിച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ട്രക്കും കൂടി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അടുത്ത വീഡിയോ കാണാം. Goodbye.